Hello everyone, welcome back to Shini's kitchen. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ഒരു കോഴിക്കോടൻ ഡിഷായ കൈപ്പോളയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന കൈപ്പോള എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് 5 മുട്ടയാണ്, പിന്നെ നല്ല പഴുത്ത 2 ഏത്തയ്ക്ക, പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്, പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കിസ്മിസും കാഷ്നട്ട്സും ആണ്. അപ്പോൾ ഞാൻ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 5 മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിതിലേക്ക് 5 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ എഗ്ഗെല്ലാം ഒന്ന് ബീറ്റ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. നിങ്ങൾക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് വീഡിയോ കിട്ടിയില്ല എനിക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഏത്തക്കായും അതുപോലെ തന്നെ എടുത്തു വെച്ചിരുന്ന കാഷ്നട്ട്സും കിസ്മിസും ഒക്കെ നമുക്കൊന്ന് ഈ ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ അല്പം ഓയിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് കാഷ്നട്ട്സും അതുപോലെ തന്നെ കിസ്മിസ് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നടന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഒന്ന് എടുക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് 2 ഏത്തയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. സെയിം പാൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പാനിൽ നിന്ന് മാറ്റാം. നമ്മൾ ഈ സെയിം പാനിൽ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച എഗ്ഗിൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച എഗ്ഗിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 മിനിറ്റ് ഇത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഏത്തയ്ക്ക ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കാഷ്നട്ട്സ് അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കിസ്മിസും ചേർക്കാം. പിന്നെ ഗാർണിഷിങ്ങിനായിട്ട് ഞാൻ കുറച്ച് ചെറി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇത് നമ്മളൊന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി. 5 മിനിറ്റ് നമ്മളിത് മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ഡിമോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കായ്പോള ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടവും പെടും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കായ്പോള ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമ്മൾ ഒരു
നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. കാരണം നമ്മൾ 5 മിനിറ്റിലാണ് ഇത് തയ്യാറാക്കിയത്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.